നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. മെയ് 2 പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് താഴ്മയായി എളിമയായി മലയാളത്തിൽ വരെ വ്യക്തമായി എടുത്തു പറഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ഇനി ഇതിൽ കൂടുതൽ എന്തു വേണം? അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തെ വൻകിട കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ചരക്കിറക്കി സന്തോഷത്തോടെ മടങ്ങിയിരുന്നു. അവരെയൊക്കെ ഇനി ഇങ്ങോട്ടേക്ക് വരുത്താതിരിക്കാനാണോ കോൺഗ്രസുകാർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആവേശകുമാരന്മാർക്ക് കടലിൽ ഇറങ്ങി നോട്ടിക്കൽ മൈൽ അളന്ന് നീന്തി കപ്പലിനെ തടയുക. വരാനുള്ള കപ്പലുകൾ വിഴിഞ്ഞത്ത് വരും, വന്നിരിക്കും. വിഴിഞ്ഞം നിർമ്മാണം മുടക്കാൻ അദാനിയെ വരെ തടയാൻ ശ്രമിച്ചവർ എല്ലാം മെയ് 2 അദാനിയുടെ പേരെഴുതിയ ടീഷർട്ടും ഇട്ടാണ് തുറമുഖത്ത് നടന്നത്. ബൂർഷയെന്ന് വിളിച്ച ആളെ കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും മരുമകനെയും കൊച്ചുമകനെയും കൊണ്ടും തന്റെ പേരെഴുതിയ കുപ്പായം ഇടിച്ച് 1.5 മണിക്കൂറോളം ലോകം കാണെ വിഴിഞ്ഞത്ത് കൂടി നടത്തിച്ചു. താൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പാർട്ട്ണറാണെന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ കൊണ്ട് ലോകം കാണെ പറയിച്ച ഇതാ വാസവൻ എന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് വിഴിഞ്ഞത്ത് വന്ന് നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിച്ച ഗൗതം അദാനിയാണ് എന്റെ ഇന്നത്തെ സൂപ്പർ ഹീറോ എന്ന് ജനം പറഞ്ഞു തുടങ്ങിയെങ്കിൽ അതിലൊരു തെറ്റുമില്ല സഖാക്കളെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അച്ചകൈ പ്രയോഗവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ വെച്ച് നാറിയ കളിയാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതും സോഷ്യൽ മീഡിയയിൽ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം കഴിഞ്ഞത് മുതൽ അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി അടിപിടി കൂടുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഞങ്ങളാണ് ഈ പദ്ധതിക്ക് കാരണക്കാരെന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റും ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് എന്ന രീതിയിൽ കോൺഗ്രസും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ആരുടെ പദ്ധതിയാണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ പറയാൻ കാരണം ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അല്ല കോൺഗ്രസുകാർ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. രസകരമായ ഒരു ഫോട്ടോ ആണിത്. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആകാശത്ത് കാണപ്പെട്ട രൂപം എന്ന് പറഞ്ഞ് മേഘങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടിയുടെ രൂപം തെളിഞ്ഞു വരുന്ന ഒരു ഫോട്ടോ ആണ് ട്രോളന്മാർ അടിച്ചിറക്കിയിരിക്കുന്നത്. നാസയിലെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാണ് ഈ ട്രോൾ ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പലരും ഇത് സത്യമാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം പലരും അദ്ദേഹത്തെ ഒരു പുണ്യാളനായി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ കല്ലറ കാണാൻ ആളുകൾ പോകുന്നു, അവിടെ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു. ഉദ്ദിഷ്ടകാര്യത്തിന് പ്രാർത്ഥിക്കുന്നവർക്ക് അത് നടന്നു കിട്ടിയോ ഇല്ലയോ എന്ന് കെ സുധാകരനും ആന്റണിയും പറഞ്ഞു തരും. എന്നാൽ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തിനാണ് ഈ കോൺഗ്രസുകാർ വിഴിഞ്ഞത്തിന് വേണ്ടി അടിപിടി കൂടുന്നത് എന്നും. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് വർഷം എതിരാളികൾ ഇല്ലാതെ കേന്ദ്രം ഭരിച്ചവരാണ് കോൺഗ്രസ്. ആ സമയത്ത് പലതവണയായിട്ട് കേരളത്തിൽ തുടർച്ചയായിട്ടും പലതവണ അവർ ഭരിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ എപ്പോഴെങ്കിലും അവർക്കിത് സാധിച്ചെടുക്കാമായിരുന്നു. അന്ന് അവർ ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു മനുഷ്യന് പോലും അവരുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു. അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള ചർച്ച ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ചർച്ചകളും എല്ലാം തുടങ്ങിയതാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇവർ അതിന് മുതിർന്നിട്ടില്ല. മോദി സർക്കാർ അത് സാധ്യമാക്കിയപ്പോൾ മാത്രം ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കരയുന്നു. അതും പോരാഞ്ഞിട്ട് കോൺഗ്രസുകാർ ഇപ്പോൾ ട്രോളന്മാരെ കൊണ്ടുവരെ ഉമ്മൻചാണ്ടിയുടെ മുഖം ആകാശത്ത് തെളിഞ്ഞുവെന്ന മട്ടിൽ ചിത്രീകരിക്കുകയും അത് വൈറലാക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ കാണണം എൻ്റെ കോൺഗ്രസേ. എന്തായാലും ഇത് മോശമായിപ്പോയി. സ്വയം കോമാളികളാവുകയാണ് കോൺഗ്രസ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.